ഗുഡ് മോർണിംഗ്. ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിട്ടേൺ ആൻഡ് റിസ്ക്, ആ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗങ്ങളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് സ്പെക്കുലേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് ഗാംബ്ലിംഗ്, ഈ രണ്ട് ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിട്ടേൺ ആൻഡ് റിസ്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രണ്ട് വശങ്ങളാണ് റിട്ടേൺ ആൻഡ് റിസ്ക് എന്ന് പറയുന്നത്. റിട്ടേണും റിസ്ക്കും റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റഡ് ആണ്. നമുക്കവിടെ പറയാം റിസ്ക് കൂടുതലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൻ്റെ റിട്ടേൺ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ റിസ്ക് കുറവുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ റിസ്ക്കും റിട്ടേണും തമ്മിൽ റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രണ്ട് വശങ്ങളായിട്ട് നമുക്ക് റിട്ടേണിനെയും റിസ്കിനെയും പറയാം. ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ തരം റിട്ടേണുകളാണ്. റിട്ടേൺസിൻ്റെ ടൈപ്സ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. റിട്ടേൺ എന്താണ്, റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്താണ് എന്നുള്ള മൂന്ന് തരത്തിലുള്ള റിട്ടേണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റിസ്കിൻ്റെ റിസ്ക്, സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്, എങ്ങനെ റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. തിയറിയെ കൂടാതെ പ്രോബ്ലവും ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. പ്രോബ്ലത്തിലും അതേപോലെ തന്നെ തിയറിയിലും ഒരേപോലെ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് വേണം ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് റിട്ടേൺ എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് റിട്ടേൺ എന്നുള്ളത്. ഒന്നുകൂടി പറയാം. ജനറൽ ഡെഫിനിഷൻ ഓഫ് റിട്ടേൺ ഈസ് ദ ബെനഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ബെനഫിറ്റിനെയാണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിവാർഡിനെയാണ് നമ്മൾ റിട്ടേൺ എന്നൊക്കെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ബെനിഫിറ്റ്, അതാണ് റിട്ടേൺ എന്ന് പറയുന്നത്. വെൻ ആൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ഇൻ എ സെക്യൂരിറ്റി ഹി എക്സ്പെക്ട് ടു കൈൻഡ്സ് ഓഫ് റിട്ടേൺ. ഒരു വ്യക്തി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എമൗണ്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ രണ്ട് തരത്തിലുള്ള റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നോർമൽ ഇൻകം, സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും നോർമൽ ഇൻകവും ക്യാപിറ്റൽ ഗെയിനും ഉണ്ടായിക്കോണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ നോർമലി ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റർ അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള റിട്ടേൺസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇൻകംസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ ആണ് നോർമൽ ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. നോർമൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള പോലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കാലം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കമ്പനി അവർക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. അപ്പോൾ അത് ഒരു നോർമൽ റിട്ടേൺ ആണ്. അതേപോലെ തന്നെ ഒരു ഡിബെഞ്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ഒരു നിശ്ചിത പീരീഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു നിശ്ചിത പീരീഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ ഒരു നിശ്ചിത പീരീഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ നോർമൽ ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സെക്യൂരിറ്റി, അത് നമ്മൾ വാങ്ങിച്ച ഒരു വിലയുണ്ടായിരിക്കും, അത് നമ്മൾ വിൽക്കുന്ന ഒരു വിലയുണ്ടായിരിക്കും. ഈ രണ്ട് വിലയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഷെയർ നമ്മൾ 100 രൂപക്ക് വാങ്ങി 120 രൂപക്ക് വിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കവിടെ ഒരു 20 രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ ഒരു 20 രൂപയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ചേഞ്ച് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ 100-ൽ നിന്ന് 120-ലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രൈസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൽ നിന്നുള്ള ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് ഒന്ന് നോർമൽ റിട്ടേൺ ഉണ്ടായിരിക്കും, അതിലേക്ക് നമ്മൾ എന്തുണ്ടായിരിക്കും, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ റിട്ടേൺ കിട്ടും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തി, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ കുറച്ച് കാലം ഹോൾഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടി, അതിൽ നിന്ന് നോർമൽ റിട്ടേൺ കിട്ടി. പ്ലസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു സെക്യൂരിറ്റി നമ്മൾ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. ആ വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ഗെയിനും കിട്ടും. അപ്പോൾ നമ്മുടെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള നോർമൽ റിട്ടേണും അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ റിട്ടേൺ കിട്ടി. നമുക്ക് അവിടെ ടോട്ടൽ റിട്ടേൺ രണ്ട് ഇക്വേഷൻ കാണാം. നോർമൽ ഇൻകം പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഇൻകം പ്ലസ്
പ്രൈസ് ചേഞ്ച്, ആ ഒരു പ്രൈസിൽ വരുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. എ പേഴ്സൺ ബോട്ട് ഷെയർസ് ഓഫ് എ കമ്പനി ഫോർ ₹100. The rate of return is 8%. After holding it for some time, he sold it for ₹120. Here the total return would be. എന്നിട്ട് അവിടെ കാണാം, അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചിട്ടുള്ളത് 100 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ ഒരു ശതമാനം, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8% ആണ്. അപ്പോൾ 100ൻ്റെ 8% എന്ന് പറയുമ്പോൾ 8 രൂപ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആഫ്റ്റർ ഹോൾഡിങ് ഇറ്റ് ഫോർ സം ടൈം, അവർ കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിന് ശേഷം, അതായത് ഈ 8 രൂപ കിട്ടിയതിന് ശേഷം എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ആ ഒരു കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ഹി സോൾഡ് ഇറ്റ് ഫോർ ₹120. ആ 100 രൂപക്ക് വാങ്ങിച്ച സാധനം എന്ത് ചെയ്യുകയാണ്, 120 രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ അയാളുടെ ടോട്ടൽ റിട്ടേൺ എത്രയായിരിക്കും എന്നുള്ളതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്തു, അയാൾ ആ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുള്ളത് 100 രൂപക്കാണ്, അത് വിറ്റിട്ടുള്ളത് 120 രൂപക്കാണ്. അവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 രൂപയാണ്, അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 രൂപയാണ്. അതേപോലെ തന്നെ അത് ഹോൾഡ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് 8 രൂപയാണ്. അപ്പോൾ നമുക്കവിടെ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് നോർമൽ റിട്ടേൺ എന്ന് പറയുന്നത് 8 രൂപയും, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് 20 രൂപയാണ്. അങ്ങനെ ടോട്ടൽ 28 റുപ്പീസാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് ടോട്ടൽ റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ഒന്നുകൂടി പറയാം, നോർമൽ റിട്ടേൺ ആയിട്ട് നമുക്ക് 8 രൂപ കിട്ടി, അതായത് കുറച്ച് കാലം ഹോൾഡ് ചെയ്തതുകൊണ്ട് കിട്ടിയിട്ടുള്ള 8 രൂപയാണ്. ആൻഡ് അവിടെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത് 100 രൂപക്ക് വാങ്ങിച്ച സാധനം 120 രൂപക്ക് വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 20 രൂപ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 8 രൂപ നോർമൽ റിട്ടേണും അല്ലെങ്കിൽ നോർമൽ ഇൻകവും പ്ലസ് അതിലേക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുള്ള 20 രൂപയും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര കിട്ടി, 28. അതാണ് നമ്മളവിടുത്തെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മളവിടെ പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ ഒരു റേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരാശരി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനുപാതികം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആനുപാതികം എത്രയാണ് എന്നുള്ളത്, അതിനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ റേറ്റ് എത്രയാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രയാണ് അതിൻ്റെ റേറ്റ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച്. അതായത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ടോട്ടൽ റിട്ടേൺ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ഇൻറ്റു 100. അതായത് ടോട്ടൽ റിട്ടേൺ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ഇൻറ്റു 100. നമുക്ക് അവിടെ മുകളിലുള്ള എക്സാമ്പിൾ വെച്ചിട്ട് ടോട്ടൽ റിട്ടേൺ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 8 + 20 28 ആണ് കിട്ടിയിട്ടുള്ളത്. അതേ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുള്ള എത്ര രൂപയ്ക്കാണ്, 100 രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 28 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ആ ഇൻറ്റു 100 നമുക്ക് ഇക്വേഷനിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ 100ഉം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ 28% എന്നായിരിക്കും കിട്ടുക. അതായത് അവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ 28% ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, റേറ്റ് ഓഫ് റിട്ടേൺ = ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച്. അതായത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻ തന്നെയാണ്, അതായത് ടോട്ടൽ റിട്ടേണിൻ്റെ ഇക്വേഷനാണ്. ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ആണ്, നമ്മൾ എത്രയാണോ വാങ്ങിച്ച വില, അതാണ് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്, ഇൻറ്റു 100. അതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കവിടെ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ റിട്ടേൺ കാണും. ടോട്ടൽ റിട്ടേൺ നമ്മൾ മുകളിൽ ഓൾറെഡി കണ്ടുവച്ചാണ് 28 എന്നുള്ളത്, അല്ലെങ്കിൽ താഴെ ഇക്വേഷനിൽ കാണാം 8 + 20 എന്ന് കാണിച്ചിട്ട്. ഓൾ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ആണ്. പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 100 രൂപയാണ്. ഇൻറ്റു 100 വരുമ്പോൾ 28% എന്നായിരിക്കും എന്ത് ചെയ്യുക, അവിടെ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ ആ ഒരു എത്ര ആനുപാതികമാണ് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ദെൻ അവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ കാണാം. പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർ ഈസ് ₹140. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 140 രൂപയാണ്. 140 രൂപക്ക് ദ പ്രൈസ് അറ്റ് ദി എൻഡ് വാസ് ₹160. ആ ഒരു
പിന്നെ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 160 രൂപയാണ് അറ്റ് എൻഡ്, ആ ഒരു പീരീഡിൻ്റെ എൻഡിൽ. അതായത് വാങ്ങിച്ച വില 140 രൂപയും അതേപോലെ തന്നെ വിറ്റ വില 160 രൂപ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ മീൻ ചെയ്യേണ്ടത്. ദ ഹോൾഡർ റിസീവ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹80 പെർ ഷെയർ. ആ ഒരു ഹോൾഡർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു വർഷത്തിൽ ഹോൾഡ് ചെയ്തത് കൊണ്ട് 8 രൂപ ഡിവിഡൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ടോട്ടൽ റിട്ടേൺ ആൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അവിടെ നമ്മളോട് എന്തൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ റിട്ടേണും അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബിഗിനിങ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, തുടക്കത്തിൽ. അതായത് തുടക്കത്തിൽ എന്നുള്ളതോട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ആ ഒരു ഷെയർ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നുള്ളതാണ് നമ്മളവിടെ മീൻ ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ എത്രയാണ് ആ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, 140 അതായത് പർച്ചേസ് ചെയ്ത സമയത്ത് 140. ആൻഡ് അറ്റ് ദി എൻഡ്, അതിൻ്റെ അവസാനത്തിൽ, അത് നമ്മൾ വിറ്റ സമയത്ത് എന്ന് പറയുമ്പോൾ 160 രൂപക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിറ്റിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രൈസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. ആ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20 രൂപയായിരിക്കും. ദെൻ അവിടെ ആ ഒരു ഒരു വർഷം അല്ലെങ്കിൽ അത് ബിഗിനിങ് തൊട്ട് എൻഡ് വരെ അയാൾ ഹോൾഡ് ചെയ്തത് കൊണ്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ള എത്ര രൂപയാണ്, 8 രൂപയാണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ അവിടെയും വരുന്നത് 28 ഇൻകം എന്ന് പറയുന്നത്, നോർമൽ ഇൻകം എന്ന് പറയുന്നത് 8 രൂപയും അതേപോലെ തന്നെ പ്ലസ് അതിലേക്ക് 20 രൂപ ക്യാപിറ്റൽ ഗെയിനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 28 ആണ് അവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്, ക്യാപിറ്റൽ ഗെയിനായിട്ട്, ടോട്ടൽ റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത്. 8 രൂപ നോർമൽ റിട്ടേണും 20 റുപ്പീസ് അവിടുത്തെ ക്യാപിറ്റൽ ഗെയിനും, അങ്ങനെ ടോട്ടൽ 28 റുപ്പീസാണ് അവിടെ എന്ത് വന്നിട്ടുള്ളത്, ടോട്ടൽ റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേൺ കാണാം. റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച് അല്ലെങ്കിൽ ടോട്ടൽ റിട്ടേൺ എന്ന് പറയും. ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച് അല്ലെങ്കിൽ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 28 ആണ്. 28 ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ്, ഇവിടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ബിഗിനിങ്ങിലെ പ്രൈസ് എന്ന് തുടക്കത്തിൽ അതിൻ്റെ വില എന്ന് പറയുന്നത് 140 രൂപയാണ്. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു 100. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 20% ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അവിടുത്തെ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ. അതിൻ്റെ ഒരു നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് അതിൻ്റെ ഒരു ആനുപാതികം എന്ന് പറയുന്നത് 20%. 140ൻ്റെ 20%മാണ് 28 എന്ന് പറയുന്നത്. അത്രയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുക. ഇൻ ദി എബോവ് എക്സാമ്പിൾ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 20%. ഇറ്റ് മീൻസ് ഹി എക്സ്പെക്ട് എ റിട്ടേൺ ഓഫ് 20% ഇൻ ഫ്യൂച്ചർ ആൾസോ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ 20% കിട്ടി. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലും ആ ഒരു 20% കിട്ടും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പ്രതീക്ഷിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു വർഷത്തിൽ 20% കിട്ടിക്കഴിഞ്ഞ് ഫ്യൂച്ചറിലും അതേ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടിന്യൂ ചെയ്തു പോകും എന്ന് അല്ലെങ്കിൽ അങ്ങനെ ആ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ആ ഒരു താഴത്തെ ലൈനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടൽ റിട്ടേണും അതേപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേണിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് അതിൽ നമുക്ക് നോക്കാനുള്ളത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ തന്നെ ടോട്ടൽ റിട്ടേണും പറഞ്ഞു. നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞ സമയത്ത് അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു റേറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ ഒരിക്കലും അങ്ങനെ തന്നെ വന്നോണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മളൊരു റേറ്റ് ഓഫ് റിട്ടേൺ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. ആ റേറ്റ് ഓഫ് റിട്ടേൺ തന്നെ ഫ്യൂച്ചറിലെ എല്ലാ വർഷത്തിലും തുടർന്നു കൊണ്ടിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, ആ ഒരു നേരത്തെ കിട്ടിയിട്ടുള്ള ആ റേറ്റ് ഓഫ് റിട്ടേൺ തന്നെ തുടർന്ന് പോയിക്കോളാം എന്നില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് അപ്പോൾ എത്രയായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു റിട്ടേൺ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട റിട്ടേൺ എത്രയായിരിക്കണം എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ അൺസെർട്ടൈൻ ആണ്. നമ്മൾ എന്താണ്, ഫ്യൂച്ചർ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാം, അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേൺസ്, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് 10% റിട്ടേൺ കിട്ടാം, അല്ലെങ്കിൽ 20% കിട്ടാം, അല്ലെങ്കിൽ 30% കിട്ടാം, 40% കിട്ടാം. അങ്ങനെ അതിൻ്റെ ഇത്ര ശതമാനം വരെ എന്ത് ചെയ്യാം, റിട്ടേൺ കിട്ടാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ആ ഒരു റിട്ടേൺ തന്നെ നിർബന്ധമായിട്ടും വന്നോളണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിട്ടേൺ തന്നെ വന്നോളണം എന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നത് ഒരു
ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണും അതിൻ്റെ പ്രോബബിലിറ്റിയും നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പഠിച്ച സമയത്ത് പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ഒക്യുറൻസിനുള്ള അല്ലെങ്കിൽ പോസിബിലിറ്റിയാണ്, ഒരു സംഭവം സംഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇപ്പോൾ ഒരു 10%, ആ 10% വരാനുള്ള അതിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി എത്ര ശതമാനമാണ് എന്ന് നോക്കും. അതേപോലെ തന്നെ 20% റിട്ടേൺ കിട്ടാൻ അതിൻ്റെ പോസിബിലിറ്റി എത്രയാണെന്ന് നോക്കും. 30% വരാനുള്ള അതിൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കും. ഇങ്ങനെ ഓരോ ശതമാനവും അല്ലെങ്കിൽ ഓരോ റിട്ടേൺസും നമ്മൾ 10%, 20%, 30%, അതായത് നമുക്ക് ഓരോ റിട്ടേൺസ് ആയിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓരോ റിട്ടേൺസ് ആയിട്ട് കാണാം. ഇതിനെ അതിൻ്റെ പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടോട്ടൽ കാണുക. ആ ടോട്ടലിനെയാണ് നമ്മൾ എന്താ പറയുക, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ പോസിബിൾ റിട്ടേൺ മൾട്ടിപ്ലൈഡ് ബൈ ദി റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേണിനെ അതിൻ്റെ പോസിബിളായിട്ടുള്ള പ്രോബബിലിറ്റിയുമായിട്ട് എന്ത് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള അതിൻ്റെ എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ കാണാൻ. ആ ടോട്ടലിനെയാണ് നമ്മളിത് വിളിക്കുക എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ x1 p1 ആണ്. അവിടെ എക്സ് ബാർ എന്ന് പറയുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ബാർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ x1 എന്ന് പറഞ്ഞാൽ പോസിബിൾ റിട്ടേൺസ് ആണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺസിനെയാണ് x1 എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു റിട്ടേണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോബബിലിറ്റി സാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത് p1 എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ഇല്ലസ്ട്രേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് എ റിട്ടേൺസ് ഓഫ് 10%, 20%, 30% and 40% with probabilities of 25%, 30%, 15% and 30%. കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മളോട് അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺസൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10%, 20%, 30% ആൻഡ് 40%. 10%, 20%, 30%, 40%. ഇങ്ങനെ 4 റിട്ടേൺസാണ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് 10%-ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 25% ആണ്. അതേപോലെ തന്നെ 20%-ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 30% ആണ്. ആൻഡ് 30%-ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 15%. ആൻഡ് 40%-ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 30% ആണ്. ഓരോന്നിൻ്റെയും എന്ത് ചെയ്തു, അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നേരെയുള്ള പ്രോബബിലിറ്റി കൂടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും 1% എടുക്കുക, മറ്റതിന് ഒന്നിന് എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ വാല്യൂവിലും നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് രണ്ടും ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം എടുക്കാവുന്നതാണ്. പക്ഷേ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് ഇൻറ്റു 100 കൊടുക്കേണ്ടി വരും. അപ്പം ആ ഒരു ഇൻറ്റു 100 ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ 1%-ലും അതേപോലെ തന്നെ 1 നമ്മൾ ന്യൂമറിക്കൽ വാല്യൂവിലേക്കും കൺവേർട്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഫസ്റ്റത്തെ പോസിബിൾ റിട്ടേൺസ് എന്ന് പറഞ്ഞുകൊണ്ട് 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ പെർസെൻറ്റേജിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ അവിടെ കാണിക്കുന്നത് 10, 20, 30, 40. അതേപോലെ തന്നെ പ്രോബബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ 25% നിന്ന് 0.25 ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോസിബിൾ റിട്ടേൺസിനെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് 0.10, 0.20, 0.30, 0.40 എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ നമ്മൾ ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന ഈ റിട്ടേൺ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടും നമ്മൾ ന്യൂമറിക്കൽ വാല്യൂവിൽ എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യേണ്ടി വരും, അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ 100 കൊണ്ട് നമ്മൾ ഇൻഡ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1%-ലും അതേപോലെ തന്നെ 1 ന്യൂമറിക്കൽ വാല്യൂവിൽ നമ്മൾ എടുക്കുന്നത്. സോ നമുക്കവിടെ കാണാം പോസിബിൾ റിട്ടേൺസ് നമ്മൾ ക്വസ്റ്റ്യനിലുള്ള പോലെ 10, 20, 30, 40 ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള റിട്ടേൺസ് അതിൽ നിന്നുള്ള കിട്ടാൻ സാധ്യതയുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് 10%, 20%, 30%, 40%. ഇങ്ങനെ 4 പോസിബിൾ റിട്ടേൺസ് ആണുള്ളത്. ഈ 4 പോസിബിൾ റിട്ടേൺസിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. 10%-ൻ്റെ 25%. അതിന് നമ്മളിവിടെ 0.25 എന്ന് കാണിച്ചു. 20%-ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.30 ആണ്.
ആൻഡ് 30% പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.15 ആണ്. ദെൻ 40% പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.30 ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നിനെയും പിന്നെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യാണ്. 10 × 0.25 ചെയ്തു, അപ്പോൾ 2.50 കിട്ടി. ദെൻ 20 × 0.30 ചെയ്തു, 6 എന്ന് കിട്ടി. ദെൻ 30 × 0.15 ചെയ്തു, 4.50 എന്ന് കിട്ടി. ദെൻ ലാസ്റ്റ് 40 × 0.30 ചെയ്തു, ദെൻ 12 എന്ന് കിട്ടി. അങ്ങനെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 2.50 പ്ലസ് 6 പ്ലസ് 4.50 പ്ലസ് 12 ഒരു 4നെ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ആ ആഡ് ചെയ്തതിനെ വിളിക്കുന്ന ആ ഒരു ടോട്ടൽ. അപ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ 25 ആണ് കിട്ടിയിട്ട്, ഈ 25നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഇത്രയും നമ്മൾ പറഞ്ഞിട്ട് കാൽക്കുലേഷൻ വെച്ചിട്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു തിയറിയിലേക്ക് വരികയാണ്. നമുക്ക് പറയാം ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസെർട്ടൈൻ ആണ്. റിട്ടേൺ മൈറ്റ് ബി സംതിങ് ഹയർ, സംതിങ് ലെസ് ദാൻ ദി റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റർ. ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിട്ടേണിനേക്കാൾ കൂടുതലായിട്ടും വരാം, കുറവും വരാം. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 10% പ്രതീക്ഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു 10% കുറവും വരാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ആ 10% കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കവിടെ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ പോസിബിൾ റിട്ടേൺസ് മൾട്ടിപ്ലൈഡ് ബൈ ദി റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ്. ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത് നമ്മളവിടെ ടോട്ടൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു സിഗ്മ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ടോട്ടൽ. ആ വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ പോസിബിൾ റിട്ടേൺസ് മൾട്ടിപ്ലൈ, അതിൽ നിന്നുള്ള പ്രതീക്ഷിക്കാവുന്ന എല്ലാ പോസിബിൾ റിട്ടേൺസും മൾട്ടിപ്ലൈഡ് ബൈ ദി റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ്, അതിൻ്റെ പ്രോബബിലിറ്റീസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു വാല്യൂവിനെയാണ് നമ്മളെന്ത് പറയുക, അവിടുത്തെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.